കാസർഗോഡ് തന്നെ വേണമെന്നാണ് ആവശ്യമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. കോഴിക്കോടിനായി മുഖ്യമന്ത്രി വാശി പിടിക്കുകയാണെന്ന് പറഞ്ഞ രാജ്മോഹൻ ഉണ്ണിത്താൻ സുരേഷ് ഗോപിക്കെതിരെയും രംഗത്തെത്തി. ആലപ്പുഴയിൽ വേണമെന്ന സുരേഷ് ഗോപിയുടെ ആവശ്യത്തെ എതിർക്കുന്നു. കാസർഗോഡ് തന്നെ എയിംസ് വേണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ എല്ലാ യോഗത്തിലും പിണറായി വിജയനുമായി യുദ്ധം നടന്നിട്ടുണ്ട്. അതേസമയം സുരേഷ് ഗോപിയുടെ പ്രസ്താവന തള്ളി BJP ആലപ്പുഴ ജില്ലാ നേതൃത്വം രംഗത്തെത്തി. എയിംസ് കേരളത്തിൽ എവിടെയും സ്ഥാപിക്കാമെന്നാണ് BJP നിലപാടെന്ന് അഡ്വക്കേറ്റ് PK ബിനോയ് വ്യക്തമാക്കി. എയിംസിനായി ആലപ്പുഴയെ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കാനില്ലെന്നും എന്തുകൊണ്ട് ആലപ്പുഴയെന്നതിൽ വ്യക്തത വരുത്തേണ്ടത് സുരേഷ് ഗോപിയാണെന്നും BJP ആലപ്പുഴ നോർത്ത് ജില്ലാ സെക്രട്ടറി PK ബിനോയ് പറഞ്ഞു. കേരളത്തിൽ എയിംസിന് തറക്കല്ലിടാതെ താൻ ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുകയോ ചെയ്യില്ലെന്ന് കല്ലുങ്ക് സംവാദത്തിൽ നിരവധി തവണ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. എയിംസ് ആലപ്പുഴ ജില്ലയിൽ വേണമെന്ന അഭിപ്രായമാണ് സുരേഷ് ഗോപി വിവിധ സ്ഥലങ്ങളിൽ പറഞ്ഞത്. എയിംസ് വിവാദത്തിൽ സുരേഷ് ഗോപിക്കെതിരെ CPM രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത്. സുരേഷ് ഗോപി പറയുന്നതിൽ കഴമ്പില്ലെന്നും കേരളത്തെ കേന്ദ്രം ഒരു തീരുമാനവും അറിയിച്ചിട്ടില്ലെന്നും എയിംസ് വിഷയത്തിൽ കേന്ദ്രം ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്നാണ് അറിഞ്ഞതെന്നും ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ വ്യക്തമാക്കി. കേരളത്തിൽ എവിടെ എയിംസ് വന്നാലും സ്വാഗതാർഹമാണ്. എയിംസ് കേരളത്തിൽ കൊണ്ടുവരാനുള്ള വലിയ പരിശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പക്ഷേ 10 വർഷമായി കേന്ദ്രം തയ്യാറായിട്ടില്ല. എവിടെ വേണമെങ്കിലും സ്ഥലം ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറാണ്. പക്ഷേ കേന്ദ്രം ഇതുവരെ നിലപാട് അറിയിച്ചിട്ടില്ലെന്നും R നാസർ തുറന്നടിച്ചു. ഇപ്പോൾ കേരളത്തിലെ കാര്യം ഞാൻ പറഞ്ഞാൽ, ഞാൻ 2019 കാസർഗോഡ് MP ആകുന്നത്. ഞാൻ MP ആകുന്നതിന് മുമ്പ് ശ്രീ P കരുണാകരനായിരുന്നു ഇവിടുത്തെ MP. അദ്ദേഹം ഇവിടുത്തെ MLA-മാരെ എല്ലാം സംഘടിപ്പിച്ച് ഒരു സർവകക്ഷി നേതൃത്വ സംഘത്തെ കൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടിയെ കാണാൻ പോയി. എയിംസ് കാസർഗോഡ് തന്നെ വേണം എന്നുള്ളതാണ് അന്നത്തെ MP-യുടെ ആവശ്യം. അതിനെല്ലാ MLA-മാരും അദ്ദേഹത്തോടൊപ്പം കൂടി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയം മറന്ന് ഈ എയിംസ് കേരളത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ലയായ കാസർഗോഡിന് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പോയി കണ്ടു. ഞാൻ ഈ വരുമ്പോൾ ഈ ഡോക്യുമെന്റൽ എവിഡൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ എയിംസിന് വേണ്ടിയുള്ള ശ്രമം ആരംഭിക്കുന്നത്. ശ്രമം ആരംഭിച്ചു കഴിഞ്ഞ് ഞാൻ രാഷ്ട്രപതിക്ക് നിവേദനം കൊടുത്തു, പ്രധാനമന്ത്രിക്ക് നിവേദനം കൊടുത്തു. മാത്രമല്ല 2 പ്രാവശ്യം അന്നത്തെ മന്ത്രിയായിരുന്ന മൻസുഖ് മാണ്ഡവിയെ കണ്ടു. ഇപ്പോഴത്തെ മന്ത്രി, ഞാനിപ്പോൾ ഫാമിലി വെൽഫെയറിന്റെ സ്റ്റാൻഡിംഗ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ ആ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന നഡ്ഡയാണ്, അദ്ദേഹമാണ് ആരോഗ്യമന്ത്രി. അദ്ദേഹത്തിന് നിവേദനം കൊടുത്തു. മാത്രമല്ല കേരളത്തിലെ മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ യോഗത്തിലെല്ലാം ഒരു അജണ്ട എയിംസ് ആണ്. അന്ന് മുഖ്യമന്ത്രിയുമായി നേരിട്ട് ആ MP കോൺഫറൻസിൽ യുദ്ധം നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചാനലുകൾക്കെല്ലാം വെരിഫൈ ചെയ്യാം. മുഖ്യമന്ത്രി എയിംസിനെ കുറിച്ച് അജണ്ട എടുക്കുമ്പോൾ തന്നെ പറയും, കാസർഗോഡ് MP ഞാനുമായിട്ടുള്ള ഫൈറ്റ് ആരംഭിക്കാൻ പോവാന്ന് പറഞ്ഞുകൊണ്ടാണ് അജണ്ട എയിംസ് എന്ന് അദ്ദേഹം പറയുന്നത്. എല്ലാ മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ പാർലമെന്റ് സമ്മേളനങ്ങളുടെ മുന്നോടിയായി നടക്കുന്ന എല്ലാ MP മീറ്റിംഗിലും ഞാനും മുഖ്യമന്ത്രിയുമായി അതിശക്തമായ തർക്കമുണ്ടായിട്ടുണ്ട്. എയിംസ് കാസർഗോഡ് വേണം. ഞാൻ കാര്യകാരണ സഹിതമാണ് ഞാൻ പറഞ്ഞത്. മുൻ MPയും സർവകക്ഷിയും അന്ന് പറഞ്ഞ കൂടാതെ തന്നെ ഞാൻ പറഞ്ഞു, ഞാനിവിടെ റവന്യൂ മന്ത്രിയായിരുന്ന ശ്രീ ചന്ദ്രശേഖരനെ കണ്ടു, ഇവിടുത്തെ MLA-മാരെ എല്ലാം വിളിച്ചു. നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കണം. ആദ്യം നമുക്ക് MLA-മാരും MPയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്മാർ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ്മാർ പിന്നെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാർ, ജനപ്രതിനിധികൾ എല്ലാവരും കൂടെ രാഷ്ട്രീയത്തിന് അതീതമായി ഒറ്റക്കെട്ടായി എയിംസ് ഇവിടെ വരണം എന്ന് ആവശ്യപ്പെടണമെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ മനസ്സിൽ നമുക്കറിയാം 6727 എൻഡോസൾഫാൻ്റെ വിക്ടിംസാണ് എൻ്റെ മനസ്സ് നിറയെ. കാര്യം അവർക്ക് പല തർക്ക വിതർക്കങ്ങളും ഇവിടെ നടക്കുന്നു എൻഡോസൾഫാനെ കുറിച്ച്. അപ്പോൾ വളരെ വലിയ പഠനങ്ങൾ ഇവിടെ നടക്കണം, ഗവേഷണങ്ങൾ നടക്കണം. ആ പഠനങ്ങളും ഗവേഷണം നടത്താൻ പറ്റിയ ഏക സ്ഥാപനം എയിംസ് ആണ്. മാത്രമല്ല കോഴിക്കോടിന് വേണ്ടിയാണ് ഇന്ന് മുഖ്യമന്ത്രി വാശി പിടിക്കുന്നത്. മുഖ്യമന്ത്രി 4 ജില്ലകളുടെ പാനൽ കൊടുത്തിട്ടുണ്ട്. 1 തിരുവനന്തപുരം, 2 കോട്ടയം, 3 കോഴിക്കോട്, 4 തിരുവനന്തപുരം. ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, നിങ്ങൾ അതിനകത്ത് കാസർഗോഡിനെ പെടുത്തണം. ദക്ഷിണ കന്നഡത്തിലെ മുഴുവൻ ആളുകൾക്കും, വയനാട്